ചിന്തിക്കാനുള്ള ഒരു കാര്യം, ഭാരതത്തിന്റെ പൈതൃകത്തെ ആരാധിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും അതിലെ നന്മകൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നൊരു തെറ്റുണ്ട്. എന്താ തെറ്ററിയോ? ഞാൻ 2 ദിവസം മുമ്പ് പറയുകയുണ്ടായി, അതൊന്നും കൂടി ആവർത്തിക്കുന്നത് മനസ്സിൽ ഉറക്കാൻ വേണ്ടി കൂടിയാണ്. ഭാരതത്തിലെ പൈതൃകം മറ്റേത് രാജ്യത്തിലെ പൈതൃകം പോലെ, സംസ്കൃതത്തിലെ വിവരണങ്ങൾ മറ്റേത് ഭാഷയിലെ വിവരണങ്ങൾ പോലെ മിത്തോളജിക്കൽ ലിറ്ററേച്ചർ ഉണ്ട്, സെമി മിത്തോളജിക്കൽ ലിറ്ററേച്ചർ ഉണ്ട്, നോൺ മിത്തോളജിക്കൽ ലിറ്ററേച്ചർ ഉണ്ട്. അതിൽ മിത്തോളജിക്കൽ ലിറ്ററേച്ചറിൽ ഉദാഹരണമായിട്ട് ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ കർദമ മഹർഷി ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കി, വലിയ വിമാനം ഉണ്ടാക്കി, വലിയ രഥം ഉണ്ടാക്കി, മാണിക്യം കൊണ്ട് നിറഞ്ഞതാണ് എന്നൊക്കെ വിവരണമുണ്ട്. അത് ഹിസ്റ്ററിയാണ് എന്നുള്ള രീതിയിൽ വിവരിച്ച് ആ വിമാനം ന്യായമാണ്, യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതാണ് എന്നെല്ലാം വിവരിക്കാൻ പോയാൽ അത് സത്യമോ അസത്യമോ ശരിയോ തെറ്റോ വേണ്ടതോ വേണ്ടാത്തതോ എന്നല്ല, അങ്ങനെ ഒന്നുണ്ടാക്കിയതിന് പ്രൂഫില്ല. നമ്മുടെ പൂർവീകർ തന്നെ പറയുന്ന 4 വാക്കുകളുണ്ട്. പ്രത്യക്ഷം പ്രമാണം, സീയിങ് ഈസ് ബിലീവിങ്, കാണുന്നതേ വിശ്വസിക്കുള്ളൂ, അതിന് പ്രൂഫില്ല. 2 ശാസ്ത്രം പ്രമാണം, സയന്റിഫിക് ഒബ്സർവേഷൻ ഷുഡ് ബി ദ ബേസിസ് ഓഫ് എ പ്രൂഫ്. ശാസ്ത്രം പ്രമാണം, അതിനും വലിയ പ്രൂഫില്ല. ഈ ഒരു വരികളല്ലാതെ, കർദമ മഹർഷി വിമാനം ഉണ്ടാക്കി കൊട്ടാരം ഉണ്ടാക്കി എന്ന വരിയല്ലാതെ വേറെ ഡീറ്റെയിൽസ് ഇല്ല. 3 ആപ്തവാക്യം പ്രമാണം, ശ്രേഷ്ഠന്മാര് നല്ല സയന്റിഫിക് സ്കോളേഴ്സ് പറയുന്നതാണ് പ്രമാണമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ പ്രത്യക്ഷം പ്രമാണം, ശാസ്ത്രം പ്രമാണം, ആപ്തവാക്യം പ്രമാണം, അനുമാനം പ്രമാണം, ഊഹിച്ചെടുക്കാവുന്ന ചിലതുണ്ട്. അങ്ങനെ വലുതായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കർദമ മഹർഷി ഒരു കൊട്ടാരമുണ്ടാക്കി, വിമാനമുണ്ടാക്കി എന്ന് പറഞ്ഞ് ഈ സയന്റിഫിക് സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചാൽ യഥാർത്ഥത്തിലുള്ള അറിവ് അത് ഇറേസ് ഓഫ് ചെയ്യപ്പെടും. പൃഥു ചക്രവർത്തി ഈ ഭൂമി ഭരിച്ചത് കൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്ന പേരുണ്ടായത് എന്ന് ഭാഗവതത്തിലുണ്ട്. ആ പൃഥു ചക്രവർത്തിയെ കുറിച്ചൊരു വിവരണവും കൂടിയുണ്ട് ഭാഗവതത്തില്. സൂര്യൻ ചലിക്കുന്ന വേഗതയിൽ രഥമോടിച്ച് ദിവസം മാത്രം കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൺസെപ്റ്റ് ഒരുപക്ഷെ ശരിയായിരിക്കാം. 1640 കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി കറങ്ങുന്നത്. തിരിച്ചു പറഞ്ഞാൽ ഭൂമി സ്റ്റാഗ്നന്റ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ സൂര്യൻ കിഴക്കെന്ന് പടിഞ്ഞാട്ട് പോകുന്നത് 1640 കിലോമീറ്ററിലാണെന്ന് സങ്കല്പിച്ചാൽ 1640 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു രഥം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല. സൂപ്പർസോണിക് പോലും അത്ര വേഗത്തിൽ പോവില്ല. അപ്പോ ആ കൺസെപ്റ്റ് ശരിയാണെന്ന് വേണമെങ്കിൽ ശ്രദ്ധയോടുകൂടി പറയാമെന്നല്ലാതെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഇല്ലാത്ത ഒന്നിനെ പ്രൊജക്റ്റ് ചെയ്ത് ഉള്ളതിനെ പോലും ജനങ്ങളെ കൊണ്ട് തിരസ്കരിപ്പിക്കലാണ് സംഭവിക്കുക. അതേപോലെ തന്നെ സംഭവിക്കുന്നു. അതേപോലെ തന്നെ നോക്കാം, ശരിക്ക് ഒരു പാത്രത്തിലെ വെള്ളം കുടിച്ചത് കൊണ്ട് ഒരു പുരുഷൻ ഗർഭം ധരിച്ചു എന്ന ഒരു കഥയുണ്ട്. അത് സംഭവിക്കില്ല. എത്ര ആത്മീയ ശക്തി ഉണ്ടെങ്കിലും ഈ ബൈബിളില് ഈ സാങ്കല്പികമായിട്ടുള്ള യഹോവ ജീവിച്ചിരിക്കുന്ന കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കി എന്ന് പറയുന്ന മാതിരി എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിലെ 1-ാമത്തെ ചാപ്റ്റർ ഉൽപ്പത്തി ശുദ്ധ അസംബന്ധമാണെന്ന് പോപ്പ് പറഞ്ഞിട്ടുണ്ട്. 2000 വർഷം കഴിയേണ്ടി വന്നു അവർക്കത് പറയാൻ. പക്ഷെ നമുക്കിതറിയാമെന്ന് ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഈ ഭാഗവതം ഇത്രയെല്ലാം വിവരിച്ച് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വരി എന്താ? അവസാനം ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത് കഥായിമാസ്തേ കഥിതാ മഹീയസ, ഇമാഹ കഥാ തേ മഹീയസാം കഥിത. നിനക്കായിക്കൊണ്ടല്ലയോ പരീക്ഷിത് മഹാരാജാവേ ഞാൻ കഥകളാണ് പറഞ്ഞത്, അത് ചരിത്രമല്ല. അതിനെ ന്യായീകരിക്കാൻ പോയാൽ വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ കഥായിമാസ്തേ കഥിതാ മഹീയസ വിദായ ലോകേഷു യശപ്പരേയുഷ. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് യശസ് ഉണ്ടാക്കാനുള്ള ക്വാളിറ്റികൾ എന്തെല്ലാമാണ് വേണ്ടതെന്ന് അറിയിക്കാനാണ് ഈ കഥകൾ ഞാൻ പറഞ്ഞത്. ഇതിനൊരു ലക്ഷ്യമുണ്ട്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ബോണ്ടേജ് റെഡ്യൂസ് ചെയ്യണം, ബന്ധനമില്ലാതെയാവണം, ശാസ്ത്രവീക്ഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ പറയുന്നത്. വചോ വിഭൂതി എന്നത് പാരമാർത്ഥ്യം. ഈ പുരാണത്തിലെ വരികൾ പരമാർത്ഥമല്ല എന്നത് എഴുതിയ ആള് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ഈ കഥകൾ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന കഥ,
അല്ലെങ്കിൽ തൂണ് വളർന്ന് നരസിംഹമൂർത്തി വന്നു എന്ന കഥ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഥകള് ദേവി ഭാഗവതത്തിലെ ശിവപുരാണത്തിലേക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത കഥകളുണ്ട്. അപ്പൊ അവിടെ വിശ്വാസം എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ചരിത്രമല്ല, അത് കഥയാണ്.